ഹായ്, അപ്പം ഇന്ന് ഒരു സൂപ്പറായിട്ടുള്ള മത്തങ്ങ പായസത്തിൻ്റെ വീഡിയോ ആണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം ഞാൻ മത്തങ്ങ ഒരു കാൽഭാഗം എടുത്തിട്ടുണ്ട്. വലിയ മത്തങ്ങയുടെ ഒരു കാൽഭാഗം. അത് കുറച്ച് തേങ്ങാപ്പാലും ഒരു 2 സ്പൂൺ പഞ്ചസാരയും ചേർത്തൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 3-4 വിസിൽ അടുപ്പിക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ശർക്കര പാനിയാണ് ആവശ്യമുള്ളത്. ഒരു അച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് ഉരുക്കിയെടുത്തു. പിന്നെ വെന്ത മത്തങ്ങ, അതായത് ചിരങ്ങ, വേറൊരു പാത്രത്തിലോട്ട് മാറ്റി അതിലോട്ട് ശർക്കര പാനിയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തേങ്ങാപ്പാലോ സാദാ പാലോ ചേർത്ത് കൊടുക്കാം. ഞാനിത് തേങ്ങാപ്പാൽ കലക്കിയതാണ്. അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ പൊടി വാങ്ങിയിരുന്നു അത്. പിന്നെ കുറച്ച് തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ചൊന്ന് കുറുകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലോട്ട് നമുക്ക് കുറച്ച് കുറുക്കം കിട്ടാൻ വേണ്ടി ഒരു 2 സ്പൂൺ അരിപ്പൊടി കലക്കിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ലാസ്റ്റ് കുറച്ച് ഏലക്ക പൊടിയോ അല്ല ഏലക്ക ചതച്ചതോ ചേർത്ത് കൊടുത്താൽ നല്ല സൂപ്പറായിട്ടുള്ള മത്തങ്ങ പായസം റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഇളക്കുമ്പോൾ തന്നെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.